സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യത 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. സുനിഷ അയലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ് ഇപ്പോൾ? സുജിയ, സംസ്ഥാനത്ത് ഏതായാലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് ഇന്ന് പ്രവചിച്ചിരിക്കുന്നത് എന്നതാണ്. അത് പ്രധാനമായും പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതീവ ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശമാണ് നൽകുകയും ചെയ്യുന്നത്. നേരത്തെ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് 3 ജില്ലകളിൽ റെഡ് അലർട്ടിലേക്കും ഒപ്പം തന്നെ 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടിലേക്കും കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ മഴ അടുത്ത മണിക്കൂറുകളിൽ തന്നെ കേരളത്തിൽ ലഭിക്കുമെന്നതാണ്. 5 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, ഒപ്പം തന്നെ കോട്ടയം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. അതിശക്ത മഴയ്ക്കുള്ള സാധ്യത മറ്റ് കാസർഗോഡ്, കണ്ണൂർ ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് തുടരുകയും ചെയ്യുന്നുണ്ട്. നാളെയും 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. ഈ വരുന്ന 2 ദിവസം ഇതേ രീതിയിൽ തന്നെ മഴ കനക്കുമെന്നൊരു മുന്നറിയിപ്പാണ്. പക്ഷേ ഇന്ന് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. പ്രധാനമായും വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുന്നൊരു പശ്ചാത്തലത്തിലാണ് നിലവിൽ ഏതായാലും മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ്. നേരത്തെ തന്നെ ഈ 45 കിലോമീറ്റർ വേഗതയിൽ അധികം വീശടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തീരദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട്. ഒപ്പം മലയോര മേഖലയിലുള്ളവരും ഓറഞ്ച് അലർട്ട് ആണെങ്കിൽ പോലും യെല്ലോ അലർട്ട് ആണെങ്കിൽ പോലും ഓറഞ്ച് അലർട്ടിന്റെ അതേ ജാഗ്രത പാലിച്ചുകൊണ്ട് നിൽക്കണമെന്നുള്ളതാണ്. ഒപ്പം ഈ തീരദേശത്തുള്ളവരോടൊക്കെ തന്നെയും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം ഇത്തരത്തിലുള്ള അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയും നിർദ്ദേശമായി നിലവിൽ നൽകിയിട്ടുണ്ട്. സുജയ, ശരി. സുനിഷ അയലൂരാണ് അതിതീവ്ര മഴയുടെ സാധ്യത ഉള്ള മുന്നറിയിപ്പുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത്.